നിലവിൽ ഒരു മഴ ഉണ്ടെന്ന് തോന്നുന്ന രീതിയിലല്ല നിലവിൽ ഈ കാലാവസ്ഥ നിലയിൽ നമുക്ക് അന്തരീക്ഷം കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്നലെയും മിനിഞ്ഞാന്ന് 2 ദിവസമായി കേരളത്തിൽ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴയുണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലും ഒക്കെ തന്നെ ഇന്നലെയും നല്ല പോലെ മഴയുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇന്ന് എവിടെയും ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പില്ല. പക്ഷേ ഇന്നലെ രാത്രി വരെയും തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴ പെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. പ്രത്യേകിച്ചും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ കനത്ത മഴ പെയ്യുന്നുള്ള മുന്നറിയിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിൽ പുതുക്കിയ മഴ മുന്നറിയിപ്പാണ് വരാത്തത്. രാവിലെയോടുകൂടി തന്നെ പുതുക്കിയ മഴ മുന്നറിയിപ്പ് വരും. സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് ശേഷം ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് മഴ കനക്കുന്നത്. ഇപ്പോൾ മലയോര മേഖലകളാണ് അധികമായി മഴ കൂടുതൽ പെയ്യാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കേരളത്തിലും ലക്ഷദ്വീപിലും കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഫൈബർ, അതായത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഒഴികെയുള്ളവർക്ക് നിലവിൽ കടലിൽ പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ കന്യാകുമാരി കടലിന് മുകളിൽ ഒരു ചക്രവാത ചുഴി അത് ന്യൂനമർദ്ദമായി രൂപപ്പെട്ടിട്ടുണ്ട്. ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി രൂപപ്പെട്ടാണ് കേരളത്തിൽ സാധാരണഗതിയിൽ ഇപ്പോഴൊക്കെ തന്നെ മഴ കൂടുതൽ കനക്കുന്നത്. അങ്ങനെ ഈ ന്യൂനമർദ്ദം രൂപപ്പെട്ടത് തമിഴ്നാടിന്റെ തെക്കൻ മേഖലയിൽ മഴ പെയ്യാനുള്ള സാധ്യത കൂടുതൽ കാണുന്നത്. അതുകൊണ്ടാണ് തെക്കൻ കേരളത്തിൽ മഴ കനക്കാനുള്ള സാധ്യത നിലവിൽ അറിയിക്കുന്നത്. ഇനി 22-ന് മറ്റൊരു, അതായത് തെക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലും ഒരു ന്യൂനമർദ്ദം, ചക്രവാത ചുഴി അത് ന്യൂനമർദ്ദമായി രൂപപ്പെടുന്നുണ്ട്. അങ്ങനെ അത് രൂപപ്പെട്ടാൽ അങ്ങനെ കേരളത്തിൽ എമ്പാടും, അതായത് പ്രത്യേകിച്ചും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും അങ്ങനെ കേരളത്തിൽ എമ്പാടും വ്യാപകമായി മഴ പെയ്യാനുള്ള സാധ്യത 22-ന് ശേഷം കാണുന്നുണ്ട്. നിലവിൽ പുതുക്കിയ മഴ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ പങ്കുവച്ചിട്ടില്ല.